ഏതാണ് ഈ പട്ടി തീട്ടങ്ങൾ? ആർക്കാണ് അറിയേണ്ടത്? മാമ ഡാഡയുടെ തൊള്ള പൊത്തോ? ലുക്ക് അറ്റ് മൈ ഡാഡാ. പുള്ളിയുടെ ഫേസ് കണ്ടറിയില്ലേ? പുള്ളി ഒരു ജർമ്മൻ ഷെപ്പേർഡിന്റെ കാട്ടമായിരിക്കും. കൊള്ളാം. ആൻഡ് ലുക്ക് അറ്റ് മൈ മാമ, ഷീസ് വെരി ക്യൂട്ട്. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയാല്ല. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. ഈ നെഗറ്റീവ് കമന്റ് റിയാക്ഷനുകളിലൂടെ വൈറലായ ഒരു ഫാമിലി ഉണ്ട് യൂട്യൂബിൽ, ഗംഗ ആൻഡ് ഫാമിലി. ബ്ലാ ബ്ലാ ബൈ ഗംഗ എന്നുള്ളതാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ആളെ പിടി കിട്ടിക്കാണുമെന്ന് വിചാരിക്കും. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗംഗ ആൻഡ് ഫാമിലിയുടെ 1-2 ഷോർട്ട് വീഡിയോകൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഏതാണ് ഈ പട്ടി തീട്ടങ്ങൾ? ആർക്കാണ് അറിയേണ്ടത്? മാമ ഡാഡയുടെ തൊള്ള പൊത്തോ? ലുക്ക് അറ്റ് മൈ ഡാഡാ. പുള്ളിയുടെ ഫേസ് കണ്ടറിയില്ലേ? പുള്ളി ഒരു ജർമ്മൻ ഷെപ്പേർഡിന്റെ കാട്ടമായിരിക്കും. കൊള്ളാം. ആൻഡ് ലുക്ക് അറ്റ് മൈ മാമ, ഷീസ് വെരി ക്യൂട്ട്. പ്രോബബ്ലി ഒരു ഹസ്കിയുടെ കാട്ടമായിരിക്കും. ഞാൻ വല്ല രായവാളയത്തിന്റെ വല്ല കാട്ടവുമായിരിക്കും. നിന്റെയൊക്കെ മോന്ത കാണാൻ എന്റെ ചന്തി പോലെ ഉണ്ടെന്ന്. ചേട്ടന്റെ അമ്മേനെയൊക്കെ സമ്മതിക്കണം. പാവ അവിടൊക്കെ വന്ന് കണ്ണും പിരിവൊക്കെ എഴുതി തരുന്നില്ലേ? തുപ്പാവോ? അച്ഛനേത് ഇരുതലമൂരിയാന്ന് തോന്നുന്നു. ചുമ്മാതല്ല ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ തല വന്നത്. കണ്ടല്ലോ, ഇതാണ് ഇവരുടെ ഒരു പരിപാടി. എത്ര വലിയ നെഗറ്റീവ് കമന്റ് വന്നാലും ഇവര് കുലുങ്ങൂല. ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കും. ഒരിക്കലും തെറി പറയുകയോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് മറുപടി പറയുകയോ ഒന്നുമില്ല. കിടിലൻ ആക്ഷേപഹാസ്യത്തിൽ ഒരു വീഡിയോ അങ്ങ് പടയ്ക്കും. നെഗറ്റീവ് കമന്റ് ഇട്ട ആള് പോലും അയ്യോന്നായി പോകും. ഇവരുടെ ചില വീഡിയോകളൊക്കെ ഉണ്ട്, ക്രിയേറ്റിവിറ്റിയുടെ പീക്കാണ്. 1-2 ഞാൻ പ്ലേ ചെയ്യാം. നിനക്കൊക്കെ മലർന്ന് കിടന്ന് കാശുണ്ടാക്കിക്കൂടെ മോളെ സൗരി? ചിരിക്കുമ്പോ കുലുങ്ങൊന്നും ഒന്നുമില്ലല്ലോ. ഓ, വയസ്സാം കാലത്ത് അപ്പൂപ്പന്റെ ഒരു കുസൃതി. തോടുപോയി അമീർ ഖാൻ അവിടെ ഇരി, ഇപ്പൊ സെറ്റ് ചെയ്യാം. നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത ലെവലിലാണല്ലേ ഇവരുടെയൊക്കെ ചിന്തകൾ പോകുന്നത്. എന്ത് രസകരമായിട്ടാണ് ഇവർ നെഗറ്റീവ് കമന്റുകൾ നേരിടുന്നതെന്ന് നോക്കൂ. എല്ലാരും കൊണ്ടും ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ വരുന്ന സമയത്ത് തമാശ രൂപേണ മറുപടി കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതാണ് ഇവരുടെ കഴിവ്. ഇപ്പൊ വന്ന് ചില ആളുകളൊക്കെ ഇവര് തന്റെ കമന്റിന് മറുപടി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനഃപൂർവ്വം നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന ലെവലിലേക്ക് വരെയായി കാര്യങ്ങൾ. എന്തായാലും എല്ലാവരും ഇവരിങ്ങനെ ചിരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നത്. ഉള്ളത് പറയാലോ, വളരെ മികച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ഇവർ ഇന്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട്. ഇവരുടെ പഴയകാല ജീവിതവും സ്ട്രഗിളും ഇനി ലെവലിലേക്ക് എത്തിയതിനെ കുറിച്ചും ഒക്കെ ഇവർ തുറന്നു പറയുന്നുണ്ട്. ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയത് ഇവരുടെ കൂടെ അച്ഛൻ എന്ന് പറഞ്ഞ് വീഡിയോകളെല്ലാം വരുന്ന ആ മനുഷ്യരുണ്ടല്ലോ, മൂപ്പര് ശരിക്കും ഗംഗയുടെ അച്ഛനല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അത് ഓൾറെഡി അറിയുമോ എന്ന് അറിയില്ല, പക്ഷെ എനിക്കതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അതിനെ കുറിച്ച് ഇവർ പറയുന്നൊന്ന് കേട്ടോക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എന്റെ ജീവിതം. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയാല്ല. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറേ മാറി. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി, ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല. അത്രയ്ക്ക് അങ്ങ് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്തത്. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നാലും ഇവരുടെ വീഡിയോകളൊക്കെ കണ്ടാൽ ശരിക്കും സ്വന്തം അച്ഛനല്ല എന്ന് പറയയില്ല അല്ലേ? അമ്മാതിരി കെമിസ്ട്രിയാണ് ഇവരെല്ലാരും തമ്മിൽ. പക്ഷേ സ്വന്തം അച്ഛനല്ലെന്നേ ഉള്ളൂ, അതിനേക്കാളൊക്കെ മുകളിലാണ് ഇദ്ദേഹം ഇവർക്ക്. ഗംഗയും ഗംഗയുടെ അമ്മയും തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, കേട്ടോക്കാം. ആദ്യം അച്ഛനൊരു ഷേക്ക് ഹാൻഡ്. സൂപ്പർ അല്ലെ? നമ്മളിപ്പോ പറയില്ലേ അമ്മേ, ഇപ്പൊ ജന്മം കൊണ്ടാവണം എന്നില്ല, കർമ്മം കൊണ്ട് നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ജന്മം കൊണ്ട് പുള്ളി ഇവരുടെ അച്ഛനല്ലെങ്കിലും പക്ഷെ സ്നേഹം കൊണ്ട് പുള്ളി ഇപ്പം ഏറ്റവും കൂടുതൽ ഇവരുടെ അച്ഛനും അല്ല, ആരാന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. അച്ഛനേക്കാളും ഒക്കെ മേളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. കാരണം പുള്ളി എവിടെ പോയാലും ഗംഗയുടെ അച്ഛൻ അമ്മ എന്ന പേരിൽ പുള്ളി ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ അച്ഛനാണ്. അതെ, അച്ഛനാണ്. അച്ഛൻ എന്നുള്ള ടൈറ്റിലിന് ഇവിടെയാണ്. എവിടെ കൂടെ പോയാലും ആള് പറയും അല്ല, ഗംഗയുടെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇല്ലാത്ത കള്ളമൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഞാനും മോളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന എൻ്റെ നാട്ടുകാർ കാണും. എന്നെ അറിയാവുന്ന കലാഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലാതെ വേറെ ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളുടെ ഫാമിലി അറിയാം. അപ്പൊ പിന്നെ ഞാനിവിടെ വന്നിരുന്നുകൊണ്ട് എൻ്റെ കുട്ടികളുടെ അച്ഛനെ എന്നൊക്കെ പറയേണ്ടുന്ന കള്ളം പറയേണ്ടുന്നല്ല. അപ്പൊ പിന്നെ അത് പൊളിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുള്ളി ഗംഗയുടെ അച്ഛനല്ല, ഗീതുവിന്റെ അച്ഛനല്ല, എൻ്റെ മോന്റെ അച്ഛനല്ല. പക്ഷെ അച്ഛനേക്കാളും ഒക്കെ മേലെ ആ പുള്ളി
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗംഗയുടെ അമ്മക്ക് ആരോരും ഇല്ലാതെ ഒറ്റയ്ക്ക് തെരുവിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. ബന്ധുക്കൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അമ്മയാണെങ്കിൽ നിറ ഗർഭിണിയും. അമ്മയുടെ വിരലിൽ തൂങ്ങി 2 ചെറിയ കുട്ടികൾ വേറെയും. ഭിക്ഷ യാചിച്ചാണ് അവർ കുറെ കാലം ജീവിച്ചത്. തെരുവിലാണ് കിടന്നുറങ്ങിയിരുന്നത്. അങ്ങനെയാണ് ഗംഗ മഞ്ജു എന്ന് വിളിക്കുന്നവരുടെ അച്ഛൻ ഈ അമ്മയെയും മക്കളെയും കാണുന്നത്. അവരെ കണ്ട് വിഷമം തോന്നി അദ്ദേഹം അവരെ ഏറ്റെടുക്കുകയായിരുന്നു. ആ സമയത്ത് കല്യാണം ഒന്നും കഴിയാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം എന്ന് ഓർക്കണം. തെരുവിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെയും മക്കളെയും കണ്ട് വിഷമം തോന്നി അവരെന്നെ ഏറ്റെടുത്തു. എത്ര വലിയ മനസ്സാണ് അല്ലേ? ഇനി നെഗറ്റീവ് കമന്റുകൾ കണ്ടന്റ് ആക്കി മാറ്റുന്നതിന് പിന്നിലുള്ള കഥ ഇവർ പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. ലൈഫ് അങ്ങനെ അത്ര വലിയ ചേഞ്ചസ് ഒന്നും അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മളെ സ്നേഹിക്കാൻ കുറെ ആളുകളുണ്ട്. പിന്നെ നമുക്ക് വീഡിയോയുടെ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. ഈ പൈസയെക്കാളും കൂടുതൽ നമ്മുടെ സന്തോഷം ഇമ്പോർട്ടന്റ്. ഇവര് മാസം എനിക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അതിൽ അമ്മയ്ക്കും അച്ഛനും കമന്റ് ഇടുമ്പോൾ ഇവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പം നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ഒന്നും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം നമുക്ക് വിഷമിക്കുന്നത് ചിലപ്പോൾ ഞങ്ങളുടെ മനസ്സായിരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അയാളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഭാര്യയായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നമ്മളിടുന്നത്. അന്ന് പറയും പുല്ലുകൾ, അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അനുസരിച്ച് അയാൾ അന്നേരം കമന്റ് ഇടും. ചിലപ്പോൾ അങ്ങനത്തെ കമന്റ് ഓക്കെയാണ്. പക്ഷെ മറ്റുള്ള കമന്റുകൾ എന്ത് അത് അറിയത്തില്ല. അങ്ങനത്തെ അവരിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വിഷമിക്കണം. നാളെ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ അയാളെ കമന്റ് ഇട്ടില്ല, നിർത്തി പോകണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന പറഞ്ഞാൽ പുള്ളി ഇടുന്നത് വെച്ച് പൈസ ഒപ്പിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമില്ല. അത് മാത്രല്ല, ഇനി ഇതെല്ലാം ഇതിനപ്പുറം അവർ ഇട്ടിരുന്നാലും ഞങ്ങൾ കരയാനും പിടിക്കാനും, കാരണം അതിനപ്പുറം നമ്മൾ അനുഭവിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്തോത്തിന് ഇനി എനിക്ക് അതിനകത്ത് കരയാനോ. എനിക്ക് ഒരു കമന്റ് വന്നായിരുന്നു, അമ്മയെ കണ്ടെണ്ണൊക്കെ ഛർദ്ദിക്കാൻ കൂടെ. അങ്ങനത്തെ കമന്റ് വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഞാൻ കിടന്ന് ചിരിച്ചത് സത്യമാണ്. അല്ലാണ്ട് ഞാൻ അത് വീഡിയോക്ക് വേണ്ടിയിട്ടല്ല ചിരിച്ചത്. അത് ഗംഗ, ഞാൻ അടുക്കള ജോലി കൊണ്ടിരിക്കുമ്പോഴേ ഗംഗ എന്ന് പറയുന്നത്, അമ്മ ഇന്നണക്കൊരു കമന്റ് ഉണ്ടല്ലോ. ഞാൻ എന്ത് കമന്റ് ആണ്? അന്നേരം എന്റെ കോലം ഒന്ന് കാണാമായിരുന്നു. അമ്മയെ കണ്ടിട്ടൊക്കെ ഛർദ്ദിക്കാൻ മുട്ടുന്നത് ഞാൻ അത് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് എനിക്ക് ഈ നെഗറ്റീവ് കമന്റിനോട് വലിയ ഇതാന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പല രീതിയിലുള്ള സ്റ്റാൻഡപ്പ് നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ അന്ധവിശ്വാസത്തിനെ പറ്റി ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പാർട്ടി പേരും, ഒരു രാഷ്ട്രീയ പാർട്ടി പേരും, വേറെ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ 3 രാഷ്ട്രീയ പാർട്ടിയിലും കയറി ഇറങ്ങി നടക്കും. അപ്പൊ ഇവിടെ ഇതാണെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സ്റ്റാൻഡപ്പ് പരിപാടി നിർത്തിയാലോ എന്നൊരു ആലോചിച്ചായിരുന്നു. പിന്നെ വിചാരിച്ച ആ നെഗറ്റീവ് കമന്റ് വരുന്ന വീഡിയോ ഒക്കെ മില്യൻസ് അടിക്കുന്നുണ്ട്. നല്ല വീഡിയോസ് എല്ലാം അവിടെ കിടക്കുക കയറാതെ. അപ്പൊ ഞാൻ നല്ലതല്ലേ, അങ്ങനെ പോട്ടെ. അവർ നെഗറ്റീവ് അടിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അറിയപ്പെടുമല്ലേ. കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ, നല്ല കാര്യം. അല്ലെങ്കിൽ നെഗറ്റീവിനാണല്ലോ ഇപ്പൊ റീച്ച്. നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്താലൊന്നും ആരും കാണില്ല. നൈസായിട്ട് ഒരു നെഗറ്റീവ് ഹുക്ക് കൊടുത്താൽ ആ വീഡിയോ പറക്കുകയും ചെയ്യും. എന്നാലും നെഗറ്റീവ് കമന്റുകൾക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടും ആഞ്ഞടിച്ചുകൊണ്ടും ഒക്കെ വീഡിയോ ചെയ്യുന്നവരെ മാത്രമേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് കോമഡി ആക്കി മാറ്റുന്നവരെ കാണുന്നത്. എല്ലാത്തിനെയും ഒരു പോസിറ്റീവായി കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കഴിവ് തന്നെയാണ്. പോസിറ്റീവ് മാത്രമല്ല, ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഇവരിവിടെ കണ്ടെത്തി എന്നുള്ളതാണ്. ഗംഗ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ്സിനെ തമാശ വൽക്കരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് മില്യൺസ് ആണ് വ്യൂസ് വരുന്നത്. അതിനനുസരിച്ച് പൈസയും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റ്സ് കണ്ട് എന്തിനു വിഷമിക്കണം? സന്തോഷിക്കല്ലേ വേണ്ടത് എന്നാണ് ഗംഗയുടെ പക്ഷം. അതാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. എത്ര വലിയ നെഗറ്റീവ് കമന്റ്സ് വന്നാലും കുലുങ്ങാത്തതിന്റെ ഒരു കാരണം ഇവർ ജീവിച്ചു വളർന്ന സാഹചര്യം തന്നെയാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇവർ ഈ നിലയിലെത്തിയത്. സോ അതിന്റേതായ ഒരു മാനസിക മുൻതൂക്കം ഇവർക്ക് ഉണ്ടാകും. എന്നാലും മനുഷ്യരല്ലേ, എപ്പോഴും നെഗറ്റീവ് കമന്റ്സുകൾ കാണുമ്പോൾ നല്ല വിഷമം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ നിറത്തെയും രൂപത്തെയും കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകൾ വരുമ്പോൾ ആരാലും വിഷമിക്കും. ഇവരും വിഷമിച്ചിട്ടുണ്ടാകും, പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവരവരുടെ വിഷമം തുറന്ന് പറഞ്ഞതിന് പകരം അതൊരു കണ്ടന്റ് ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. ബാക്കി കേട്ടോ എന്തായാലും. ഞാൻ ഈ മോളുമായിട്ട് കുറേ നാള് ഇവളുമായിട്ട് കടത്തിണ്ണകളിലോട് കടന്നിട്ടുണ്ട്. ഞാൻ ഇവളെ കൊണ്ട് സത്യം, ഞാൻ കള്ളം പറയല്ല, സത്യസന്ധമായ കാര്യം പറയാം. പുള്ളിക്കൊക്കെ അറിയാം, പുള്ളിയൊക്കെ ആ നാട്ടിലുള്ളതല്ലേ, പുള്ളിക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിളിച്ചു വെക്കേണ്ടുന്ന കാര്യമില്ല. എൻ്റെ മോളെ നടുക്കത്തെ മോളെ പ്രഗ്നൻ്റായി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ചൊരു പരുവം വരെയും ഞാൻ കടത്തിണ്ണതോറും നടന്നു. ആരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതിനടുത്ത് സ്കൂളുണ്ട്, പെൺകുളങ്ങര സ്കൂൾ. അന്ന് ഓലഷെഡൊക്കെയാണ് സ്കൂളിൽ. ആ സ്കൂളിൻ്റെ വരാന്തയിൽ കയറി കിടന്ന് കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ച്. അതുകൊണ്ടുകൂടി തന്നെ ഇപ്പോഴും തെരുവിലുള്ള പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അവരെ കൈ കഴുകാൻ തോന്നത്തില്ല മോളെ എനിക്ക്, സത്യം. ഇപ്പോഴും എല്ലാവരും പള്ളു പറയും പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ, പക്ഷെ ഞാൻ കൊടുക്കും ഇപ്പോഴും. കാരണം ഒരു ആപത്ത് സമയത്ത് എന്നെ ഇവളെ കുഞ്ഞുങ്ങളൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത് സത്യം പറയാം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഗംഗയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ പക്ഷെ അതെല്ലാം ഒരു സിനിമ പോലെ ഓർത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റാ, അതുകൊണ്ട് നല്ല രസമല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പം രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, അവിടെ നമ്മൾ ഇവിടം വരെ എത്തി. അതെ, അപ്പോ
അതെ, അവിടുന്ന് ഇവിടെ വരെ എത്തി. അതാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവർ നല്ല നിലയിൽ എത്തുന്നത് കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. ഗംഗയും അമ്മയും അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ കേൾക്കുമ്പോൾ നല്ല സങ്കടം തോന്നും നമുക്ക്. പക്ഷെ പിന്നീട് അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. അതിനുള്ള പ്രധാന കാരണക്കാരൻ ഗംഗ സ്നേഹത്തോടെ മഞ്ജു എന്ന് വിളിക്കുന്ന അവരുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ. അദ്ദേഹം അവരെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു ദിവസം എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസമാണ് ഗംഗയെ പോലുള്ള ആളുകളുടെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർക്കും പ്രതീക്ഷയുടെ ഒരു തുണ്ട് കഷ്ടമെങ്കിലും കൊടുക്കാൻ ഗംഗയുടെ കുടുംബത്തിനെ പോലുള്ള ജീവിതാനുഭവങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇത് ഗംഗയുടെ കുടുംബത്തിന്റെ മാത്രം കഥയല്ല. ഇതേപോലെ ദുരിതക്കയങ്ങളിൽ നിന്നും കരകയറി വലിയ ഉയരങ്ങൾ എത്തിപ്പിടിച്ച എത്രയോ ജീവിതങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും ഗംഗയുടെ വീഡിയോകളെ പോലെ തന്നെ ഒരുപാട് ചിരിക്കാനും ഇടയ്ക്കൊക്കെ കണ്ണ് നനയാനും ഒക്കെ വകയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ ഇന്റർവ്യൂ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.